പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ. ദാവീദ് രാജാവിന്റെ കുടുംബത്തിൽ ജോവാക്കിമിന്റെയും അന്നായുടെയും മകളായി കന്യകാമറിയം ജനിച്ചു. രക്ഷകന്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിന്റെ ജനനം ഉഷകാല നക്ഷത്രത്തിന്റെ ഉദയമാണ്. പ്രവാചകന്മാർ ഈ നക്ഷത്രത്തിന്റെ ഉദയം പ്രഘോഷിച്ചിട്ടുള്ളതാണ്. ക്രിസ്തുമസ് ആനന്ദത്തിന്റെ തിരുനാളാണെങ്കിൽ മേരിമസ് സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും തിരുനാളായി കൊണ്ടാടേണ്ടതാണ്. ഈശോ ദൈവപുത്രനാകിയാൽ മേരി ദൈവമാതാവാണ്. ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ കിടന്നു കരയുന്ന ചോരക്കുഞ്ഞ് അത്യുന്നതന്റെ പുത്രനാണെന്ന് എങ്ങനെ തോന്നുന്നു? അതുപോലെ അന്നയുടെ ഈ കുഞ്ഞ് സുന്ദരിക്കാണെങ്കിലും മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും ബാഹ്യദൃഷ്ടിയിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അതുകൊണ്ട് ഞാൻ കറുത്തവളാണെങ്കിലും അല്ലയോ ജെറുസലേം പുത്രിമാരെ സുന്ദരിയാണ് എന്ന ഉത്തമ ഗീതത്തിലെ വാക്യം മറിയത്തെപ്പറ്റിയാണെന്ന് കരുതപ്പെടുന്നു. ഒന്നും കൂടെ ഉറപ്പിച്ചു മണവാളൻ പറയുന്നു, മുള്ളുകളുടെ ഇടയിൽ ലിലിയെ പോലെയാണ് മക്കളിൽ എന്റെ പ്രിയ. അങ്ങ് സുന്ദരിയാണ്, അങ്ങിൽ യാതൊരു കുറവുമില്ല, നന്മ നിറഞ്ഞവളാണ്, സർപ്പത്തിന്റെ തല തകർത്തവളാണ്. ഇവയെല്ലാം പരിഗണിച്ച് മേരി മഹത്വം എന്ന വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് മറിയത്തിന്റെ ഉത്ഭവ സമയത്ത് അവൾ സ്വർഗത്തിൽ എത്തിയിട്ടുള്ള ഏതു വിശുദ്ധരെക്കാളും പ്രസാദപരമുള്ളവളായിരുന്നു എന്നാണ്. ആകയാൽ അമലോത്ഭവയായ ദൈവമാതാവിന്റെ ജനനത്തിൽ സ്വർഗവാസികൾ ആനന്ദിക്കുന്നു, ഉപവാസികൾ ആഹ്ലാദിക്കുന്നു.